നന്ദേട്ടാ, നമ്മുടെ കേരള മോഡൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് വളരെ വിചിത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കും. അത് എന്തുകൊണ്ടാണ് വിചിത്രമാണെന്ന് പറയാൻ നമ്മളിപ്പോൾ ഈ ഗുരുവായൂർ നിയമസഭാ മണ്ഡലം അതൊന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഒരു 55-65% ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. 30-40% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ടൊരു ഹിന്ദു നാമധാരിയെ അവിടെ ഒരു എം.എൽ.എ ആയി വന്നിട്ടില്ല. അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വിവാദം വലിയ രീതിയിൽ പോകുകയാണ്. ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഗുരുവായൂരിലൊരു കലാപം ഉണ്ടാക്കുക എന്നതാണോ ലക്ഷ്യം? അല്ല, എനിക്കതിനകത്ത് തോന്നിയത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അവരെ ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ സാധ്യമല്ല. അവരുടെ കണക്കിൽ ഈ 30% എന്ന് പറയുന്നത് 60%-ത്തേക്കാളും വലുതാണ്. ഈ 30-60 വലുതെന്നുള്ള കണക്കിലാണല്ലോ ഇത്. അതുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും വലതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും മുസ്ലിമാണ്. ഈ മുസ്ലിങ്ങളായിരിക്കുന്ന തീവ്രവാദികളായിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഒന്നും പറയാൻ ഇവർ തയ്യാറില്ല. ഇവർ രണ്ട് തരത്തിലാണ്. ഇപ്പോൾ വഖഫിൻ്റെ നിയമം വന്നിരുന്നു. വഖഫിൻ്റെ നിയമം എടുത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ അറിഞ്ഞൂടെ? കോൺഗ്രസ്സുകാരന് നേരത്തെ അറിയാലോ, LDF-കാരന് നേരത്തെ അറിയാലോ. ഇവരാരെങ്കിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് മുൻപത്തുള്ള ആളുകളാരാ? അവർ പിന്നാക്കക്കാരായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിൽ വഖഫ് എന്ന് പറയുന്ന ആള് അവർ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിച്ചതാണോ? അല്ലല്ലോ. അവിടെ പഴയ കാലത്ത് തിരുവിതാംകൂർ രാജാവ് സൗജന്യമായിട്ട് കൊടുത്താണ് ഭൂമി. ആ സൗജന്യമായിട്ട് ഭൂമി എടുത്തിട്ട് അയാളെടുത്തിട്ട് മറ്റേ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. ഫറൂഖ് കോളേജ് ഇതെടുത്തിട്ട് ഭൂമി ആൾക്ക് വിൽക്കുന്നു. അവർ രണ്ട് തരത്തിൽ ഇതിൻ്റെ പേരിൽ പണം സമ്പാദിക്കുകയാണ്. ഒന്ന്, ഫറൂഖ് കോളേജ് ഭൂമി വിറ്റ് പണം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ സൗജന്യമായിട്ട് വാങ്ങിച്ച ഭൂമി, അതേ ഭൂമി തന്നെ വഖഫിന് മറച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ നിയമം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുത്ത കാര്യത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും വലിയ പങ്കുണ്ട്. ഇവർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഇവർക്കറിയാം ക്രിസ്ത്യാനിയുടെ ഭൂമി നഷ്ടപ്പെട്ടു പോകും. അതിനകത്ത് കിട്ടാൻ പോകുന്നത് ഇസ്ലാമിക തീവ്രവാദികൾക്കാണ് ഭൂമി കിട്ടുക, അത് വഖഫ് ബോർഡിനാണ് ഭൂമി കിട്ടുക. ഇവർക്ക് നിശ്ചയമുണ്ട്. ആ നിശ്ചയം ഉണ്ടെങ്കിൽ അവർ വളരെ സൈലന്റ് ആയിട്ട് ബുദ്ധിപൂർവമായിട്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പാകത്തിന്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികളൊന്ന് ആലോചിച്ച് നോക്ക്. മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള 16 നിയോജകമണ്ഡലം പറ്റില്ല. എങ്ങനെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ നിയോജകമണ്ഡലം വർദ്ധിച്ചു വരിക? പത്തനംതിട്ട കുറവാണല്ലോ വരുന്നത്. എന്താ കാരണം? അതുതന്നെ എറണാകുളം ജില്ലയിൽ കുറവാണല്ലോ വരുന്നത്. എന്താ കാരണം? കോട്ടയം ജില്ലയിൽ മാറ്റം വരുന്നില്ലല്ലോ. എന്താ കാരണം? തിരുവനന്തപുരം ജില്ലയിൽ മാറ്റം വരുന്നില്ല. ഇല്ലാതിരിക്കാൻ കാരണം മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മടിയില്ല. അവർ ആ സ്ഥലത്തൊക്കെ മുസ്ലിമിനെ തന്നെ നിർത്തി മത്സരിപ്പിക്കും. അപ്പൊ അതിപ്പോ നമുക്ക് നല്ല എക്സാമ്പിൾ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തവനൂരുണ്ട്. ഈ തവനൂർ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥിയാരാ? കടുത്ത മതേതരവാദിയായിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ KT ജലീൽ MLA ആയിട്ടുള്ള മണ്ഡലമാണ് ശരിക്കത്. ജലീൽ എന്ന് പറയുന്നത് പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാർ, പഴയ സിമിക്കാരനാ. അപ്പൊ സിമി എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് KT ജലീല്. അയാൾ അത് കഴിഞ്ഞ് വേഷം മാറിയിട്ടാണ് അയാൾ നേരെ LDF-ൽ ചേരുകയാണ്. അങ്ങനെ ചേരുന്ന ആളുകളാണ് നയപരിപാടികൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള നയപരിപാടികൾ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരാണ് അതിനകത്ത് വലിയൊരു എക്സാമ്പിളാണ്. ഗുരുവായൂരിന്റെ ഏറ്റവും പ്രശസ്തി വരുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ആ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമടക്കമുള്ള ആ സ്ഥലങ്ങളുടെ ടൗൺഷിപ്പിനടക്കമുള്ള സ്വാധീനം അവിടുത്തെ കടക്കാരെ നോക്ക്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന മതേതരത്വ പ്രസ്ഥാനം കൊടുക്കുന്ന കടമുറികളുണ്ട്. കടമുറികളുടെയൊക്കെ ഉടമസ്ഥരാരാ? ഹിന്ദുക്കളാണ്. ഈ തരത്തിൽ നിങ്ങൾ മക്കയിൽ ചെയ്യോ? ഈ തരത്തിൽ നിങ്ങൾ വത്തിക്കാനിൽ ചെയ്യോ? ഏതെങ്കിലും ഒരു മറ്റേ മുസ്ലിം ക്രൈസ്തവ മത മേധാവിത്വമുള്ള ഒരു സ്ഥലങ്ങളിൽ ഇവർ ചെയ്യോ? ചെയ്യില്ലല്ലോ. മറിച്ച് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ഭൂമി അടക്കം ഏറെ കൊടുക്കുന്നതും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട നാമധാരികളായിരിക്കുന്ന ആൾക്കാണ്. അതിന്റെ താല്പര്യം ഇവരൊക്കെ മതേതരവാദികളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരില് സീറ്റ് കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായിട്ട് 30%-ത്തിൽ അന്ന് ഏകദേശം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ധാരണ 20-22% ആ 20-22% മുസ്ലിം ജനവിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ സീറ്റ് പതിച്ചു കൊടുത്തിട്ട് അവരെ നിർത്തി മത്സരിപ്പിച്ച് ഗുരുവായൂരിന്റെ മതേതരത്വ സ്വഭാവം ഇതാണെന്നുള്ളത് പൊതുസമൂഹത്തിൽ വിളിച്ചറിയിക്കുക. അതായത് ഗുരുവായൂരിൽ മതേതരത്വം വേണമെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത ഒരു MLA വരണം എന്നുള്ള ധാരണയുണ്ടോ? അത് തന്നെയാണ് സംശയമില്ല. ഇവര് പഴയ കാലത്ത് CPM-കാരൻ വേറെ ശ്രമം നടത്തി. അവിടെ ഒരു ക്രിസ്ത്യാനി കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിൽ മെമ്പറാക്കി വെച്ചു. എന്തിനാ അതിന്റെ ആവശ്യം?
ഇപ്പൊ ആര് ദേവസ്വം ബോർഡ് മെമ്പർ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നമുള്ളത്. ഈ തരത്തിൽപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ അനുവർത്തിക്കുന്നത്? അവിടെയാണ് വിഷയം. ഇപ്പൊ ഒരുപക്ഷെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ BJP പറയുന്ന ഈ വാദമോഹത്തിന് അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോലെയുള്ള ഹിന്ദു 65% വരുന്ന ഹിന്ദു ഭൂരിപക്ഷ നിയോജക മണ്ഡലത്തിലെ മുസ്ലിമിൽ നിർത്തിയാലേ ജയിക്കുകയുള്ളൂ, മുസ്ലിം തന്നെ സ്ഥാനാർത്ഥിയാവണം? കാരണം എന്താ? അവർ ബ്ലോക്കായിട്ട് അവർ വോട്ട് ചെയ്യും. അവർ വോട്ട് ചെയ്യുന്ന ആൾ 30-35% വോട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ തന്നെ പലരും പറയുന്നത് SNDP ഓഫീസിൽ ഞാൻ കയറില്ല, NSSന്റെ ഓഫീസിൽ ഞാൻ കയറില്ല, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിരോധിക്കും എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആളുകള് ജമാഅത്തെ ഇസ്ലാമി അവരുടെ കണക്കിൽ മതേതരത്വ പ്രസ്ഥാനമാണ്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് 365 ദിവസവും 10,000 ഒഴുകിയെത്തുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എന്തുകൊണ്ടൊരു ഹിന്ദു കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല എന്നുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുകയാണ്. അപ്പം നമുക്കറിയാം ഈ മതേതരത്വം എന്ന് പറയുന്നത് ചുണ്ടിൽ മാത്രം വിരിയുകയും നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കളികളിലേക്ക് പോകുമ്പം അവിടെ ജാതി, മതം ഇതൊക്കെ വലിയ ഒരു വിഷയം തന്നെയാണ്. അതുമാത്രമല്ല വല്ലാത്ത രീതിയിലുള്ളൊരു ന്യൂനപക്ഷ അപ്പീസ്മെന്റ്. അല്ല, അത് വളരെ വ്യക്തമാണ്. കാരണം ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ടുള്ള ഒരു പേരാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ. ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ മതേതരവാദിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിക്കണം, നിങ്ങളുടെ മുസ്ലിമിന് വിവാഹം കഴിക്കണം, നിങ്ങൾ അവിടെ ക്രിസ്ത്യാനിക്ക് പോയിട്ട് മുസ്ലിമിന് പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം, അങ്ങനെ വോട്ട് ചെയ്താൽ നിങ്ങൾ മതേതരവാദിയാണ്. ഇതാണ് ഗുരുവായൂർ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഗുരുവായൂർ ഇനിയിപ്പം ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ നിർത്തിയെന്ന് വിചാരിക്കുക, MLA ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കുക, ഒരു സ്ഫോടനം, ഒരു രാഷ്ട്രീയ സ്ഫോടനം ഉണ്ടാകും. അല്ല, രാഷ്ട്രീയ സ്ഫോടനം ഉണ്ടാവണം നിർബന്ധമില്ല. ഈ സ്ഫോടനത്തിന്റെ കഥയൊക്കെ പഴയ കാലത്ത് ഉത്തർപ്രദേശിൽ പറഞ്ഞിരുന്നല്ലോ. ഉത്തർപ്രദേശിൽ ചില മതവിഭാഗങ്ങൾ, സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾ സീറ്റ് ചോദിക്കാനൊക്കെ തോന്നിയ സമയത്ത് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ് അവർ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ച്. എന്ത് സ്ഫോടനം അവിടെ ഉണ്ടായത്? ഒരു സ്ഫോടനം ഉണ്ടായില്ല. ഇല്ലാന്ന് മാത്രമല്ല, അക്രമികളായിരിക്കുന്ന ആളുകളുടെ കേന്ദ്രങ്ങൾ ബുൾഡോസർ വെച്ച് അവർ തകർക്കാൻ തീരുമാനിച്ചു. കൊള്ളത്തലവന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവിടെ കള്ളന്മാരൊക്കെ എവിടെ പോയി? അവിടെ കൊള്ളക്കാരൊക്കെ എവിടെ പോയി? കൊള്ളത്തലവന്മാരൊക്കെ എവിടെ പോയി? അക്രമാരികളൊക്കെ എവിടെ പോയി? അതൊക്കെ മണ്ണോട് മണ്ണടിയാൻ സാധിച്ചു. ഇതിനൊക്കെ നിലനിർത്തുന്ന ഈ സോക്കോൾഡ് മതേതരവാദികളാണ്. ഈ സോക്കോൾഡ് മതേതരവാദികളുടെ അനുഭവം ഞാൻ പറഞ്ഞാലേ, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്നു 1945 സീതി സാഹിബ് എന്നങ്ങണ്ട അയാളുടെ പേര്. അയാൾ അധ്യക്ഷനായിരുന്നു. അന്ന് അയാളുടെ ഒരു പ്രസംഗമുണ്ട്. കാരണം ഇവിടെ ഇന്ത്യ വിഭജനത്തെ അയാൾ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗിന്റെ കേരളത്തിന്റെ അധ്യക്ഷൻ ഇന്ത്യ വിഭജനത്തെ അനുകൂലിക്കുന്ന പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ പരപ്പനങ്ങാടിയിലാണ് അയാളുടെ പ്രസംഗം ഉണ്ടായത്. ആ പരപ്പനങ്ങാടി പ്രസംഗത്തിൽ അയാൾ പറയുന്നത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്, അധികാരം കിട്ടിയാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ ഹിന്ദുക്കൾ ഇന്ത്യ ഭരിക്കും, അങ്ങനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ ഇവിടെ താമസിച്ച് ജീവിക്കാൻ വേണ്ടി സാധ്യമല്ലാത്ത സാഹചര്യം വരും ഹിന്ദുക്കൾ ഭരിച്ചാൽ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭരിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാള് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാണ് കേരളത്തിലെ. അയാളെയാണ് തൊപ്പി ഉരിച്ചിട്ട് ഇവര് 1960 കോൺഗ്രസ്സുകാരും പട്ടംതാണുകളിലേക്ക് ചേർന്നുകൊണ്ട് അയാളുടെ തൊപ്പി ഉരിച്ചിട്ടാണ് അയാൾ കേരളത്തിന്റെ നിയമസഭയുടെ സ്പീക്കറായി. ഇതൊരു നല്ല മാതൃകയാണ്. ഇതിൽ എനിക്കിപ്പം വ്യക്തിപരമായിട്ട് തെറ്റ് പറയാനില്ല. പക്ഷേ നമ്മൾ മലപ്പുറത്തിന്റെ കാര്യം കൂടി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അവിടെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് കൂടുതലും മുസ്ലിങ്ങൾ തന്നെയാണ് കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ല, മുസ്ലിം ഇതിന്റെ പ്രധാനമായിട്ടുള്ള സംഗതി ഇവര് മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിന്റെ ഒരു പഴയ കാലത്ത് സോഷ്യലിസം എന്താണെന്ന് ഒരാളോട് ചോദിച്ചു. പറഞ്ഞു സോഷ്യലിസം എന്ന് പറഞ്ഞാല് നിന്റെ സ്വത്ത് എന്റെ സ്വത്ത്, എന്റെ സ്വത്ത് നിന്റെ സ്വത്ത്, നിന്റെ ഭാര്യ എന്റെ ഭാര്യ, എന്റെ ഭാര്യ എന്റെ ഭാര്യ. ഈ പറയുന്ന പരിപാടി ഇവരുടെ സോഷ്യലിസം. ഇതാണ് ഇവരുടെ മതേതരത്വം. കാരണം ഇവർക്ക് ഇഷ്ടമുള്ള മാതിരി ഇവർ ചെയ്യും. ഇവർക്ക് എല്ലാവർക്കും സംവരണം കിട്ടണം. ഇസ്ലാമിക തീവ്രവാദികളിൽ തുടങ്ങിയിട്ട് സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിം വരെയുള്ളവർക്കും സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒരേപോലെ സംവരണം കിട്ടണം. അവർ ഒന്നിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്തും അതിൽ സമ്പന്നന്മാർ ജയിക്കും, പാവപ്പെട്ടവൻ ടെസ്റ്റിൽ തോക്കും. അങ്ങനെയാണല്ലോ തങ്ങളുമാരും കോയമാരും റാവുത്തിരുമാരും ഒക്കെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന സമയത്ത് സാധാരണ മുസ്ലിമിന്റെ സ്ഥിതി ഇത്രയും ദയനീയമാകാനുള്ള കാരണം ആ സംവരണം അവർക്ക് കിട്ടുന്നില്ല. അവരിപ്പോ ഇതിനകത്തൊക്കെ തന്നെ സീറ്റിന്റെ പേരിലൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമ്പന്ന വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്, വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ഇവിടെ ഗുരുവായൂർ നടക്കുന്നതാണത്. ഗുരുവായൂരിൽ വരേണ്യവർഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി അവര് ജയിപ്പിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 60 വർഷമായിട്ട് രണ്ട് മുന്നണികൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മതേതരത്വമൊന്നുമല്ല.
ഇത് മതേതരത്വമാണെങ്കിൽ ഞാൻ ധൈര്യസമേതം പറയും ഈ മതേതരത്വം തെറ്റാണ്. ഇത് ജാതിയുടെ മതത്തിൻ്റെതായിട്ടുള്ള പ്രീണനത്തിന്റെ ഭാഗം മാത്രമാണത്. ഇത് ഭാരതീയമായിരിക്കുന്ന വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഗുരുവായൂർ നിൽക്കുന്നത്. അല്ല, ഗുരുവായൂർ ഈ മതേതരത്വം ഉണ്ടെങ്കിൽ മലപ്പുറത്തും അത് വേണം എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വേണമെന്നോ വേണ്ടെന്നുള്ളതല്ല പ്രശ്നം. ഇത് തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഒരു മുസ്ലിം നിർത്തി തെറ്റെന്നല്ല പ്രശ്നം. മുസ്ലിമിനെ മാത്രമേ നിർത്തുകയുള്ളൂ എന്ന് പറയുന്ന വാദമുഖങ്ങൾ ഇപ്പൊ പൊന്നാനിയിൽ വരാൻ പോവാ. പൊന്നാനി ഇപ്പൊ വന്നോന്ന് എനിക്കറിയില്ല. പൊന്നാനി ഹിന്ദു ഭൂരിപക്ഷ സ്ഥലമാണ്. തവനൂർ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലമാണ്. ആ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത് പോലും സംഘടിതമായിരിക്കുന്ന മതവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളെ ഇരുകൂട്ടരും നിർത്തിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ അവർക്ക് പതിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ സംഭവിക്കാൻ പോകുന്നതാ. മട്ടാഞ്ചേരിയിൽ നമുക്കൊരു പക്ഷേ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നിർത്തിയപ്പോൾ അതൊരു മതേതരത്വത്തിന്റെ ഭാഗമാണ്. മാക്സി നിർത്തി, അവിടെ ഷിഹാസിനെ നിർത്തി. അത് കോൺഗ്രസിന്റെ വലിയ മതേതരത്വം എന്നല്ല പ്രശ്നം. അവിടെ എന്താ ഇനി ഏകദേശം 30-35% മുസ്ലിം വോട്ടുണ്ട്. ഈ സംഘടിതമായിരിക്കുന്ന മുസ്ലിം വോട്ട് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിടിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇപ്രാവശ്യം തോറ്റേക്കാം. അടുത്ത പ്രാവശ്യം 35-40% ആയിട്ട് വരും. അങ്ങനെ 40% സമയത്ത് അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 2 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മട്ടാഞ്ചേരി മണ്ഡലവും ഇതേപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാവും. കാരണം 40% മതി. അത് 30 വിരോധമൊന്നുമില്ല. കാരണം അവിടെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനുമായിരിക്കുന്ന ഹിന്ദുക്കളൊക്കെ കടുത്ത മതേതരവാദികളാണ്. ഈ മതേതരവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിന്ദുവിന്റെ ഉന്മൂലനമാണ് അവരുടെ ടാർഗറ്റ്. അല്ല, നമ്മൾ ഈ BJP ഇപ്പം പലരും കുറ്റം പറയുന്നത് ജാതിയും മതവും നോക്കി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഇവര് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ട് ഇവര് അതിനകത്ത് ജാതി കൊണ്ടുവന്നു. ഇവര് ജീവിതത്തെ കൊണ്ടുവന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തില് ആരെയാ ഇവിടെ വസ്ത്രം നോക്കിയിട്ട് ഒരാളുടെ ജാതി ആരെ മനസ്സിലാക്കാൻ പറ്റുക? വസ്ത്രം നോക്കിയിട്ട് മനസ്സിലാക്കാൻ ഇപ്പൊ പർദ്ദക്കെട്ടിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെങ്ങനെയാ ജാതിയല്ലേ മനസ്സിലാവുക? ഒരാളുടെ ജാതി മനസ്സിലാക്കുന്ന വസ്ത്രം നോക്കിയാകാമോ? അയാളുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടാകാമോ? അയാളുടെ വേഷവിധാദികൾ നോക്കിയിട്ടാകാമോ? അയാളുടെ നടപ്പ് നോക്കിയിട്ടാകാമോ? അങ്ങനെ ആകണമെന്ന് വാശി പിടിച്ചതാരാണ്? ഹിന്ദുക്കളൊന്നും അല്ലല്ലോ, ക്രിസ്ത്യാനികളും അല്ലല്ലോ. മറിച്ചാരാണ്? ഇസ്ലാമിക തീവ്രവാദികളാണ് ആ വിഷയം തീരുമാനിച്ചത്. അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. ഇത് അതിൻ്റെ തുടർച്ച തന്നെയാണത്. ഇപ്പൊ ഈ ഗുരുവായൂർ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ വേഷം, ആളുകളുടെ ഭക്ഷണം, ആളുകളുടെ ജീവിത രീതി ഒക്കെ മതമാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഷാജി പറഞ്ഞ പോലെ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി ഉണ്ടല്ലോ, ആ ഷാജി വർഗീയവാദിയേ അല്ല. അയാൾ വളരെ സ്വർഗീയവാദിയാണ്. മറിച്ച് ഹിന്ദുക്കൾ സംഘടിക്കണമെന്ന് എങ്ങാൻ ശശികല ടീച്ചർ ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ RV ബാബു ആവശ്യപ്പെട്ടാൽ, ഇതാണ് ഇവിടെ മുസ്ലിം ആയിരുന്നു സ്ഥിരമായിട്ട് കാൻഡിഡേറ്റ് എന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അത് കടുത്ത വർഗീയതയാണ്. അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. എന്തായാലും ഗുരുവായൂർ ഹിന്ദു MLA വേണോ? അത് ഈ മുസ്ലിം MLA വേണമെന്നുള്ള വാദം തെറ്റാണ്. അത് ആര് മുന്നോട്ട് വെച്ചാലും അതിന് നഖശിഖാന്തം എതിർക്കേണ്ടതാണ്, അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ എതിർത്ത് തോൽപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അവർ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഈ പറയുന്ന ഹിന്ദു സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് അവർ വോട്ട് രേഖപ്പെടുത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല പരിഹാരം എന്നാണ് എൻ്റെ നിർദ്ദേശക്കാര്യത്തിലുള്ളത്. ശരി, നമസ്കാരം.